ഫ്രണ്ട്സ്, ഇപ്പോൾ ജാതിക്ക സീസൺ ആണല്ലോ. നമുക്ക് ജാതിക്ക വൈൻ എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് പൊട്ടി വീഴാറായ ജാതിക്ക എടുക്കുക. അതിനുശേഷം അതിൻ്റെ ജാതിപത്രി ജാതിക്കായൊക്കെ മാറ്റിയിട്ട് ഇത് നന്നായി കഴുകിയെടുക്കണം. കഴുകി ഇതിൽ വെള്ളമെല്ലാം ഉണക്കിയെടുക്കണം. ശേഷം നമുക്ക് വേണ്ട ജാതിക്കായ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലോ എന്തെങ്കിലും വെച്ച് കല്ലുകൊണ്ട് നന്നായി ചതച്ച് ഇതുപോലെ എടുക്കുക. ഞാൻ ഏകദേശം ഒരു 2 കിലോ ജാതിക്കായാണ് എടുക്കുന്നത്. അതിങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, തക്കോലം, ഈസ്റ്റ്, പിന്നെ ശർക്കര. ഞാൻ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത്, ശർക്കരയാണ്. പിന്നെ നുറുക്ക് ഗോതമ്പ്. ഓക്കെ, ഞാൻ ഭരണിയിലാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ ഭരണിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില്ല് കുപ്പിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതിനായിട്ട് ഭരണി നന്നായി കഴുകി തുടച്ചെടുക്കുക. അതിലേക്ക് ഓരോ ലെയറായിട്ട് നമ്മൾ ഉള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഇടണം. ആദ്യം നമുക്ക് ജാതിക്കായ ഇടാം. നന്നായി പരത്തി എല്ലാവിടെയും വരുന്ന രീതിയിൽ ഇങ്ങനെ ഫില്ല് ചെയ്തൊരു ലെയറായിട്ട് ഇടുക. ശേഷം നമുക്ക് അതിലേക്ക് ശർക്കരയാണ് ഇടേണ്ടത്. ശർക്കരയും ഇതുപോലെ ഒരു ലെയർ നിറയെ എല്ലാവരുടെയും എത്തുന്ന രീതിയിൽ പരത്തി ഒരു ലെയർ ശർക്കര ഇടുക. പിന്നാലെ തന്നെ അതിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായ ഒക്കെ ഇടണം. ഇനി ഞാൻ നുറുക്ക് ഗോതമ്പാണ് ഇട്ടിട്ടുള്ളത്. അതും ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും. അതും ഇതുപോലെ എല്ലാവരുടെയും ലെയറായിട്ട് ഇടുക. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കോലം ഇതെല്ലാം ഒരു 5-6 വീതം ഉണ്ട്. എല്ലാം നോക്കിയിട്ട് ഇടുക. വീണ്ടും ശേഷം ജാതിക്കായ ഇടുക. പിന്നെ ഇതുപോലെ നുറുക്ക് ഗോതമ്പ്, നമ്മുടെ ഹോൾ സ്പൈസസ്, അങ്ങനെ ശർക്കര എല്ലാം ഇട്ട ശേഷം ഞാൻ 2 കിലോ ജാതിക്കായാണ് എടുത്തത്. അപ്പോൾ ഏകദേശം 2 ലിറ്റർ വെള്ളം, തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഒഴിക്കുന്നത്. അത് ഒഴിക്കുക. ശേഷം മൂടി വെച്ചിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് 4ആക്കി മടക്കിയൊരു തുണിയാണ് നന്നായി ടൈറ്റ്, എയർ കിടക്കാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കുന്നു. 21 ദിവസമാണ് ഇതിൻ്റെ സമയം. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു നേരം ഇത് തുറന്നിട്ട് നമ്മളിത് ഇളക്കി വെക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇളക്കുമ്പോൾ എപ്പോഴും ഒരേ സമയത്ത് തന്നെ, ഓരോ ദിവസം സെയിം സമയത്ത് തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക് തവിയോണ്ടോ സ്റ്റീലോ ഒന്നും ഉപയോഗിക്കാതെ എന്തെങ്കിലും മരത്തിൻ്റെ തവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണങ്ങിയ മരക്കമ്പോ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും കൊണ്ട് വേണം ഇളക്കാനായിട്ട്. ഇവിടെ എൻ്റെ ഒരു മരത്തിൻ്റെ ഒരു തണ്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡെയിലി വൈകുന്നേരം ഒരു നേരം നന്നായി തുറന്നിട്ട് എല്ലാവരുടെയും ഒന്ന് മിക്സ് ആവുന്നത് പോലെ ഇളക്കാറുണ്ട്. ശേഷം അത് തിരിച്ചതുപോലെ മൂടി കെട്ടി വെക്കും. അങ്ങനെ 21 ദിവസം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിന് ഓരോ ദിവസം തുറക്കുമ്പോൾ തന്നെ നല്ല ഒരു ഫെർമനേഷനൊക്കെ നടന്ന് നല്ല സ്മെല്ല, ഒരു ഗ്യാസ് ഫീൽ കിട്ടുന്നുണ്ടായിരുന്നു തുറക്കുമ്പോൾ തന്നെ. ഇനിയിപ്പോൾ അതുപോലെ നന്നായിട്ട് ഒന്നും കൂടി തവിയോണ്ട് ഇളക്കുക. ശേഷം ഒരു കോട്ടൺ തുണി, ഒരു അരിപ്പ പോലെ വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. നമ്മൾ നിറയെ അങ്ങനെ മട്ട് പോലെയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു തുണി വെച്ചാൽ വളരെ ക്ലിയറായിട്ട് കിട്ടും. ഓക്കെ, ശേഷം ഞാനതൊന്നും കൂടി അരിച്ച് ഒരു ചില്ല് കുപ്പിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കരുത്. ചില്ല് കുപ്പി തന്നെ ഉപയോഗിക്കുക. ഇരിക്കും തോറും വൈൻ്റെ വീര്യം കൂടും. അപ്പോൾ അതിൽ ഫെർമെൻറ്റേഷനൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കരുത്. അങ്ങനെ ജാതിക്ക വൈൻ കിട്ടി. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. മാത്രമല്ല നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ വളരെയധികം ഹെൽപ്പാവും. അറിയാലോ, ജാതിക്കായ വയറസുഖത്തിനൊക്കെ നല്ലതാണ്. കുട്ടികൾക്കും കൊടുക്കാം. ഒരു ജാതിക്ക അരിഷ്ടം പോലെ നമുക്കത് ഫീൽ ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്